ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരും പകുതി വഴിക്ക് ജീവിതം സ്റ്റക്കായി നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ പ്രതിസന്ധിയുടെ നടുവിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ജീവിതം പോണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകണം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ ജീവിതം മുന്നോട്ട് പോകണം, അവരുടെ ഭാവി ജീവിതം എപ്പോഴും മുന്നോട്ട് പോകണം, സാമ്പത്തിക മേഖല എപ്പോഴും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തെ വല്ലാതെ വെല്ലുവിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുൻപോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരായ ജനം ആത്മീകമായി പിന്നോട്ട് പോകുന്നത് അവർ തിരിച്ചറിഞ്ഞില്ല. ആത്മീകത്തിന്റെ ഒരു പ്രത്യേകത, അതിൽ നാം മുന്നോട്ട് പോയില്ലെങ്കിൽ നാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ നാം മുന്നോട്ട് പോയില്ലെങ്കിൽ, വചനധ്യാനത്തിൽ നാം മുന്നോട്ട് പോയില്ലെങ്കിൽ, ദൈവകൃപയിൽ നാം മുന്നേറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ബാക്കി എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുന്ന നാം ആത്മീകത്തിൽ മുന്നോട്ടാണോ? അതോ ഇതേപോലെ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും പറയേണ്ടി വരുമോ? അതോ അവർ മുൻപോട്ട് തന്നെ പോയി എന്ന് പറയാൻ ദൈവത്തിന് അവസരമുണ്ടാകുമോ? എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ പുറകോട്ട് പോയതെന്ന് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അവർ ദൈവത്തെ അനുസരിച്ചില്ല. ദൈവം നമ്മോട് അനുസരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അത് ഓരോരുത്തരോടും വ്യത്യസ്തമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം. അതനുസരിക്കാതെ വരുമ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടും പുറകോട്ട് പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വരാം. രണ്ട്, ദൈവത്തെ ശ്രദ്ധിക്കുന്നില്ല. അവർ അവരുടെ അറ്റൻഷനിൽ 1% പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല. ദൈവമായിട്ട് അവർ ഡീൽ ചെയ്യുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ദൈവത്തോട് പറയാനുള്ളത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തിട്ട് എന്തോ തിരക്കിൽ ഓടിപ്പോകുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ശ്രദ്ധിക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ സമയമെടുക്കുന്നില്ല. മൂന്ന്, ദൈവീക ആലോചന അനുസരിച്ച് നടക്കാൻ അവർ തയ്യാറാകുന്നില്ല. പകരം അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് എന്തു പറയുന്നോ അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കൂടാതെ അവരുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സസ് അവരുടെ അകത്തുള്ള ചില ശാഠ്യങ്ങളാണ്. ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. ഉണ്ടെങ്കിൽ നാം മുന്നോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നിയാലും നാം പുറകോട്ടായിരിക്കാം ഒരുപക്ഷെ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. മുന്നോട്ട് തന്നെ പോവാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.